മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു പ്രസൻറ്റേഷനാണ് നമ്മളിവിടെ കണ്ടത്. ഇനി എങ്ങനെയാണ് ഇത്തരമൊരു പ്രസൻറ്റേഷൻ നിർമ്മിച്ചെടുക്കുന്നത് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പോലെ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പവർ പോയിന്റിൽ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. ശേഷം ഒരു ബ്ലാങ്ക് സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുക. ന്യൂ സ്ലൈഡ്, ബ്ലാങ്ക്. ഇനി സ്ലൈഡിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇൻസേർട്ട്, ഷേപ്സ്, റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ഇനി സ്ലൈഡിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ തുടങ്ങി ബോട്ടം റൈറ്റ് കോർണർ വരേക്കും വലിപ്പമുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷേപ്പ് ഫോമാറ്റ് എന്ന ടാബിൽ ഷേപ്പ് ഫിൽ, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. അടുത്തത് ഈ ഷേപ്പിന് മുകളിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇൻസേർട്ട്, ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നു. മോൺസെറാറ്റ് എക്സ്ട്രാ ബോൾഡ്. ഫോണ്ട് സൈസ് കൂട്ടുന്നു, 200. ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു, വൈറ്റ്. ഇനി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ബോക്സ് സ്ലൈഡിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അടുത്ത ഈ ഷേപ്പും ടെക്സ്റ്റ് ബോക്സും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ ടെക്സ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും. അതിനുവേണ്ടി ഈ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാം. നോക്കുക, 2 ഒബ്ജക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടു. ഷേപ്പ് ഫോമാറ്റ്, മെർജ് ഷേപ്സ്, സബ്ട്രാക്ട്. നോക്കുക, 2 ഒബ്ജക്ട്സും കൂടെ ചേർന്നിട്ട് ഒന്നായിട്ട് മാറി. ഈ ഒബ്ജക്റ്റിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അടുത്തത് ഈ സ്ലൈഡിലേക്ക് നമുക്ക് ഇന്ത്യയുടെ പിക്ചർ ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇൻസേർട്ട്, പിക്ചേഴ്സ്, ദിസ് ഡിവൈസ്, പിക്ചർ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട്, ഈ പിക്ചർ സ്ലൈഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് റീസൈസ് ചെയ്യുക. ഇനി പിക്ചർ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്യാനായിട്ട് പിക്ചറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു ബാക്ക്. നോക്കുക, പിക്ചർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൻ്റെ പുറകിലേക്ക് പോയത് കാണാം. ഇനി സ്ലൈഡിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്. അടുത്ത സ്റ്റെപ്പ് ഈ റെക്റ്റാങ്കിളും ടെക്സ്റ്റ് ബോക്സും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒബ്ജക്റ്റിനെ റീസൈസ് ചെയ്യണം. റീസൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പെറൻറ്റ് ടെക്സ്റ്റിൻ്റെ ഏതാണ്ട് ഒരു മിഡിൽ പോർഷനുള്ളിൽ ബാക്ക്ഗ്രൗണ്ടിലെ പിക്ചർ വരുന്ന രീതിയിൽ ഈ ഒബ്ജക്റ്റിനെ റീസൈസ് ചെയ്യണം. അതെങ്ങനെ നോക്കാം. സൂം ഔട്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റ് റീസൈസ് ചെയ്യാം. Right click, format shape, size and properties, size, log aspect ratio. നോക്കുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ ട്രാൻസ്പെറൻറ്റ് ടെക്സ്റ്റിനുള്ളിൽ പിക്ചർ വരുന്ന രീതിയിൽ ഈ ഒബ്ജക്റ്റ് നമ്മൾ റീസൈസ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്ലൈഡിന് മോഫ് ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നു. അതിനുവേണ്ടി ട്രാൻസിഷൻസ്, മോഫ്. ഇനി സ്ലൈഡ് ഷോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. നോക്കുക, ട്രാൻസ്പെറൻറ്റ് ടെക്സ്റ്റിന് പുറകിൽ പിക്ചർ വന്നിരിക്കുന്ന കാണാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ റിവീലായി. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചറിന് മുകളിൽ ടെക്സ്റ്റ് വന്നാൽ കാണാം. എസ്കേപ്പ്.
പവർ പോയിന്റിലെ മോവ് ട്രാൻസിഷൻ ഉപയോഗിച്ച് ഓഡിയൻസിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലെ പ്രസൻറ്റേഷൻസ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇമാജിനേഷൻ മാത്രമാണ് ലിമിറ്റ്. സോ ഇവിടെ കണ്ട കാര്യങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാവനയോടെ ചേർത്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. മറ്റൊരു ഓഫീസ് ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.